ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ്. സോ അവർക്ക് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്, അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, അതേപോലെ തന്നെ ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്, പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. സോ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൈൽ. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അവരുടെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്നുള്ളതെല്ലാം തന്നെ നോക്കാം. ഓക്കെ, സോ അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് നോക്കാം, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് പൈൽ. ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ദ ടവർ കാർഡാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ആരും ടവർ കാർഡ് കണ്ടിട്ട് ടെൻഷൻ ആവുമോ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാം. 10 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ക്വീൻ ഓഫ് സോഡ്സ്, 10 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് വൺസ്, 5 ഓഫ് സോഡ്സ്, ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, 4 ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, ടെമ്പറൻസ്, അതേപോലെ തന്നെ 6 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ദ ടവർ കാർഡ് ആൻഡ് ദ 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഫാമിലി എന്ന രീതിയിൽ പോകാനായിട്ട് ഒരു സ്റ്റക്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒരു ഫാമിലി ആകണം, ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഈ ഒരു പേഴ്സൺ കൂടെ കാണണം. അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റ്, കാര്യങ്ങൾ, ഒരു ഡീപ്പ് കണക്ഷൻ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, മുൻ ജന്മത്തിൽ പരിചയമുള്ളതുപോലെ തന്നെ. പക്ഷേ ഒരുമിച്ച് ഒരു റീയൂണിയൻ, റീകൺസിലേഷൻ സ്മൂത്തായിട്ട് പോകണം, എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. മേ ബി മാരേജ്, ഓക്കെ, മേ ബി കല്യാണം കഴിഞ്ഞവരായിരിക്കാം നിങ്ങൾ. സോ അതിനൊരു സ്റ്റക്നെസ് ആണ്, ഒന്നിച്ച് പോവുക എന്നതിന് ഒരു സ്റ്റക്നെസ് ആണ് ഇവിടെ അറ്റ് പ്രസൻറ്റ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ്. ഒരു ഫെമിനൈൻ എനർജിയെയും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാജിക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദ ടവർ ആണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ട ഒരു കണക്ഷനാണ് ഇവിടെ. പല കാരണത്താൽ, പ്രത്യേകിച്ചും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബ്രേക്ക് ആയിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കണക്ഷനാണ്. മേ ബി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു. ഇതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സെപ്പറേഷനും കാര്യങ്ങളും വാക്ക് തർക്കങ്ങളുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ പലപ്പോഴും വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ ഇപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്, ഭയങ്കര ഒരു അഡിക്ഷൻ പോലെ. ഇവിടെ ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് വിത്ത് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടെ നാക്കിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മേ ബി നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ആ വ്യക്തിക്കോ, അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കോ മുറിവേറ്റപ്പെട്ടൊരവസ്ഥയാണ് കാണിക്കുന്നത്. ക്വീൻ ഓഫ് സോഡ്സ് വിത്ത് 10 ഓഫ് സോഡ്സ് ആണ്. അതായത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മുറിവേൽപ്പിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. അത് കഴിഞ്ഞൊരു സംഭവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആ ഒരു പേഴ്സൺ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ആ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാനോ അതുമായിട്ട് മുന്നോട്ടേക്ക് യോജിച്ച് പോകാനോ പറ്റാത്തൊരു അവസ്ഥ, കാര്യങ്ങൾ, വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ കറൻ്റ്ലി വിചാരിക്കുന്നത് മുന്നോട്ടേക്ക് പോയാലും വാക്ക് തർക്കങ്ങളായിരിക്കും എന്നതാണ്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. മൂന്നാമതൊരു പേഴ്സൺ ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. അതിപ്പോൾ ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ആരെങ്കിലും ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ,
ആരും ആയിക്കോട്ടെ മൂന്നാമതൊരാളെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടാതിരിക്കുക. ഓക്കെ, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിക്കോട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞ് സോൾവ് ചെയ്യാം. ഒരു തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യം പിന്നെയും പ്രശ്നം വഷളാക്കും എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേഴ്സൻ്റെ മൈൻഡിൽ മൊത്തത്തിൽ ഇനി മുന്നോട്ടേക്ക് പോയാലും വാക്ക് തർക്കങ്ങളായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും എന്നതാണ് ഇപ്പോൾ മൈൻഡ് ഫുൾ. ഇനി സംസാരിക്കാൻ വന്നാലും പ്രശ്നങ്ങളായിരിക്കും എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളടുത്ത് ഇപ്പോഴും ഒരു ഇഷ്ടമുണ്ട്. ഇവിടെ ഏസ് ഓഫ് വാൻഡ്സ് ആണ്. ഒരു പാഷൻ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്ത് തീർക്കും എന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. സോ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ സ്പിരിച്വൽ വേയിൽ വരാനുള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരു പേഴ്സൺ കരിയർ വൈസ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ലോങ് ഡിസ്റ്റൻസ് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാനോ, വേറൊരു ജോലിക്കോ, പുതിയൊരു ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനോ, അങ്ങനെ ഒരു സോഴ്സ് ഓഫ് ഇൻകം കൂടി വേണം. ഒരു മാറ്റം കരിയർ വൈസ്, ക്യാഷ് വൈസ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും തടസ്സം വന്ന് നിൽക്കുന്നൊരവസ്ഥ കാണിക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അത് കാരണവും പല ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ട്. റിലേഷൻഷിപ്പ് മാത്രമല്ല, അല്ലാതെയും കരിയർ വൈസ്, ഫാമിലി ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ് പ്രസൻറ്റ് അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നില്ല. നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രോപ്പർ വേയിലല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർ കുറച്ച് പേരൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രോപ്പർ വേയിലല്ല എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്കൊരു മെസ്സേജ് കിട്ടുന്നത്. മേ ബി നിങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇപ്പോൾ ഒന്നും അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കത്തില്ല. സോ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ കാര്യങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയിൽ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പേഴ്സണെ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുക. ഇപ്പം ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ കാണിക്കുന്നില്ല. കുറച്ചും കൂടി ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജി ഇവിടെ നല്ല രീതിയിലുണ്ട്. മേ ബി ആ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റിൻ്റെ സമയം കഴിയണം, എന്നാൽ മാത്രമായിരിക്കും ഒരു റീകൺസിലിയേഷൻ, റീയൂണിയൻ നടക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു സമയം ഞാൻ പറയുന്നില്ല. ഇതെല്ലാവർക്കും റിസണേറ്റ് ആകണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കുറേയും കൂടി എല്ലാ കാര്യങ്ങളും റിസണേറ്റ് ആയിട്ട് തന്നെ വരും. സോ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ആക്ഷൻ, ഒരു ചാൻസ് ഇല്ല. ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഒരു കോണ്ടാക്റ്റിന് തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ചെയ്താലും വീണ്ടും വഴക്കിലേക്ക് പോകുമെന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഒരുമിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് പോകാനുള്ളൊരു മൈൻഡിലേക്ക് ഈ വ്യക്തി എത്തിയിട്ടില്ല. അല്ലെങ്കിൽ അടുത്തൊരു കല്യാണത്തിലേക്കോ അടുത്തൊരു ലൈഫ് ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു മൈൻഡിലേക്ക് ഒരു പേഴ്സൺ എത്തിയിട്ടില്ല. അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. കുറേയും കൂടി ഒരു ലാഗ് വരും റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ ഒരു ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുക, സറണ്ടർ ചെയ്യുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പേഴ്സൻ്റെ പുറകെ മാത്രം പോകാതെ. ഓക്കെ, സോ ഈ ഒരു പേഴ്സണിലായിരിക്കാം നിങ്ങൾ കൂടുതൽ സമയം ചിന്തിക്കുന്നത്, മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം, കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ ഒരു പേഴ്സണ് സത്യം പറഞ്ഞാൽ ഒരു ഹീലിംഗ് ആണ് ആവശ്യം. ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് കാണിക്കുന്നത്. ഒരു മാറ്റം വരുന്നതിന് മുൻപായി ഉള്ള കുറേ ഇഷ്യൂസും കാര്യങ്ങളും, മെൻ്റൽ ട്രോമാസ്, മേ ബി ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് കുറച്ചൊരു സമയമാണ് ഈ ഒരു പേഴ്സണ് ആവശ്യമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അത് അനുവദിച്ചു കൊടുക്കുക യൂണിവേഴ്സായിട്ട്. ഇപ്പോൾ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ മുറിവേറ്റപ്പെട്ട സിറ്റുവേഷൻ ഒന്ന് മാറി ഒന്ന് ഹീലാകാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട എന്നതും എനിക്ക് ഇവിടെ പറയാനുണ്ട്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക.
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. മൂന്നാമതൊരാളെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടാതിരിക്കുക. അതാരുമായിക്കോട്ടെ. ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ്. ഒരു ഷിഫ്റ്റിംഗ് കാണിക്കുന്നുണ്ട്. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് തടസ്സം വന്ന് നിൽക്കുന്നൊരവസ്ഥയാണ്. മാക്സിമം നാക്കിനെ കൺട്രോൾ ചെയ്യുക. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. മുന്നോട്ടേക്കും ആ ഒരു പേഴ്സൺ എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഹലോ സെക്കൻഡ് പൈൽ. അപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. കിങ് ഓഫ് പെൻറ്റിക്കിൾ, 4 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ്, ദ ലവേഴ്സ് കാർഡ്, അതേപോലെ തന്നെ 2 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ്, നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, ദ സ്റ്റാർ കാർഡ്, 8 ഓഫ് സോർഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ ഒരു പേഴ്സണും നിങ്ങളും ഒരേപോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേപോലെ പല അവസരങ്ങളും ഉണ്ടായിരിക്കാം. ഈ വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പേഴ്സൺ, മേ ബി ഇപ്പോൾ കല്യാണത്തോട് അനുബന്ധിച്ച് ഒരു ഏജൊക്കെ ആയിട്ടുള്ളവർ കല്യാണമൊക്കെ നോക്കുന്നവരായിരിക്കാം. സോ ഒരുപാട് പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ആക്ഷൻ എടുക്കണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു. ചിലരുടെ കേസിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യക്തികളുമാണ്. സോ അടുത്തത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഇവിടെ 2 ഓഫ് സോർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് നേരെയുള്ള ഒരു എനർജി കുറഞ്ഞിരിക്കുന്നു പല കാരണത്താൽ. ഓക്കെ, നേരത്തെ ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലരുടെ കേസിൽ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. ഞാൻ വീണ്ടും പറയുന്നു, ലോകത്ത് തന്നെ വളരെ ചുരുക്കമാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ, ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ വരുന്നവർ. അവർ ഒന്നിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. രണ്ടുപേരും ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതും വളരെ പ്രയാസമാണ്. എന്നാൽ അങ്ങനെ ഒരു ആക്ഷനിലേക്ക് എത്തി അവർ ഒന്നിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു ലൈഫ് തന്നെയായിരിക്കും അവരുടെ. ഓക്കെ, സോ അവർ ജീവിതത്തിൻ്റെ ഒരു സമയമാകുമ്പോൾ കണ്ടുമുട്ടുന്നു. അതേപോലെ തന്നെ ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുന്നു. അവർ ഒന്നിക്കുക എന്നുള്ളത് ഭയങ്കര, ഒരാൾ ആക്ഷൻ എടുത്ത് വരുമ്പോൾ അടുത്ത ആളുടെ എനർജി കുറയുന്നൊരവസ്ഥ. ഓക്കെ, അടുത്ത ആൾ ആക്ഷൻ എടുത്ത് വരുമ്പോൾ ഇപ്പുറത്തെ ഒരാൾക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അങ്ങനെ പല ഇഷ്യൂസും. ഇതൊന്ന് കൂടിച്ചേരുക എന്നുള്ളത് ഭയങ്കര പ്രയാസകരം തന്നെയാണ്. ട്വിൻ ഫ്ലെയിം കണക്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിവിടെയും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു ആക്ഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുക, സറണ്ടർ ചെയ്യുക, ഓവർ തിങ്ക് ചെയ്യുന്നത് മാറ്റുക, മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക, കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി പറഞ്ഞ് വഴക്കിടാതിരിക്കുക, ഫുൾ മൂൺ ഡേ മാനിഫേസ്റ്റ് ചെയ്യാം, റോസ് കാർഡ്സ് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മാനിഫേസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്തെടുക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം. ഓക്കെ, കാര്യം ഈ ഒരു പേഴ്സൺ ജെനുവിനാണ്. ചീറ്റിംഗ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ജനറൽ റീഡിംഗ് ആണ്, എന്നാലും കൂടുതൽ ആൾക്കാരുടെയും കേസാണ് എനിക്ക് ജനറൽ റീഡിങ്ങിൽ പറയാൻ സാധിക്കും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാം. സോ ഇവിടെ ഒരു ചീറ്റിംഗ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജെനുവിനാണ്. അതിലേറെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളവരുണ്ട്. ഒരു അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്താൽ പോലും ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയുണ്ട്. എന്ത് ചോദിച്ചാലും ഒരു മൗനം എന്ന രീതിയിൽ നിൽക്കുന്നത് ഇവിടെ 4 ഓഫ് കപ്സിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ഒരു ഉത്തരം തരാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ ജെനുവിനാണ്. ഓക്കെ, അതിലേറെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ദ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഒരു സമാധാനം കിട്ടുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നില്ല. എപ്പോഴും ഭയങ്കര ഒരു സ്ട്രെസ്സും കാര്യങ്ങളും. വേറെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. കരിയർ വൈസ് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പേഴ്സണെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതാണ് നിങ്ങൾ ഏറ്റവും അധികം ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ, ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി, ഓവർ തിങ്ക് ചെയ്യുന്നൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇവിടെ 8 ഓഫ് സോർഡ്സ് കാർഡ് വന്നിട്ടുണ്ട്, ദ സ്റ്റാർ കാർഡും വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. നിങ്ങൾ എവിടെ, എന്താണ്, പ്രത്യേകിച്ചും അതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്കാണ് റെസനേറ്റ് ആകുക. നിങ്ങളെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ടില്ല, ഇപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്.
സോ നിങ്ങളുടെ ഫോട്ടോസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്നൊരവസ്ഥ, ദൂരെ നിന്നും നോക്കിക്കാണുന്നൊരവസ്ഥയാണ് സെപ്പറേഷനിലുള്ളവരുടെ കാര്യത്തിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി കരിയറിലാണ്. നിങ്ങൾക്കും ഇപ്പോൾ കരിയർ വൈസ് ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മാത്രം പുറകെ പോകാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു സമയമാണ്. ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നവർക്കാണ് ഞാൻ പറയുന്നത്. പുതിയൊരു ജോലിയോ കാര്യങ്ങളോ ഒരു മാറ്റം ഇവിടെ നിങ്ങൾക്ക് വരേണ്ട ഒരു സമയമാണ്. സോ ആ ഒരു സമയം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മാത്രം പുറകെ പോകാതിരിക്കുക. ഇവിടെ ഒരു ക്ഷമയാണ് ആവശ്യം. മേ ബി നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഭയങ്കരമായിട്ട് ഒരു ടെമ്പർ ഇഷ്യൂ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം, പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, സോ അതൊന്നും മാറ്റേണ്ടതായിട്ടുണ്ട്. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ സ്പിരിച്വൽ വേയിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഏഞ്ചൽ നമ്പേഴ്സ്, അതേപോലെ തന്നെ ബട്ടർഫ്ലൈസ്, റെയിൻബോസ്, നിങ്ങൾക്ക് തന്നെ ഒരു ഹീലിംഗ് പീരീഡാണ് എന്ന് തോന്നാനുള്ളൊരു ചാൻസ് മുന്നോട്ടേക്ക് കാണിക്കുന്നുണ്ട്. സോ അത് നല്ലതാണ്. മേ ബി പാസ്റ്റ് ലൈഫ് ട്രോമ, എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് അത് ബെറ്ററാണ്. അല്ലാന്നുണ്ടെങ്കിൽ റേക്കി ഹീലിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്ത് റേക്കി ഹീലിംഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഒന്നിക്കുക എന്നുള്ളത്, ഒരു ആക്ഷൻ എടുത്ത് വരിക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അവിടെയാണ് നിങ്ങളുടെ വിജയം. അവിടെ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗ, അതെല്ലാം ചെയ്ത് ഒരു പ്രോപ്പർ വേയിൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. ഓക്കെ, സോ അത് ചെയ്യാം. ആൻഡ് ഇവിടെ ഒരു ആക്ഷൻ ഈ ഒരു പേഴ്സൺ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സെക്കൻഡ് പൈലിലും ഒരു വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പൈലിനെ കാട്ടി കുറച്ചെങ്കിലും ഒരു ബെറ്ററായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സെക്കൻഡ് പൈൽ തന്നെയാണ്. സോ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട്. മേ ബി കരിയർ വൈസ് എന്തെങ്കിലും ഒന്ന് ഓക്കെ ആയതിനു ശേഷം വരാം എന്നൊരു മൈൻഡായിരിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതൊന്ന് മാറട്ടെ എന്നുള്ളൊരു ചിന്ത കാര്യങ്ങളായിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ളൊരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ കുറച്ചൊരു ലാഗ് ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഭയങ്കര സ്ലോ മൂവിങ് ആണ്. പെട്ടെന്ന് നടക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. കുറച്ചൊരു ലാഗോട് കൂടി തന്നെയാണ്. മേ ബി ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ബ്ലോക്ക് മാറ്റിയതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാം. ഓക്കെ, അതിനുശേഷം ഒരു മെസ്സേജ്, കോൾ, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഒരു ബേബി സ്റ്റെപ്പ് എന്ന രീതിയിൽ പതുക്കെയാണ് കാര്യങ്ങൾ ഇവിടെ മൂവ് ആകുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, നല്ലൊരു സമയം തന്നെയാണ് ഈ ഒരു പേഴ്സണെ കല്യാണം കഴിക്കണം, മാരേജ്, അല്ലെങ്കിൽ ഒരുമിച്ച് എപ്പോഴും ഈ ഒരു പേഴ്സൺ കൂടെ കാണണം എന്നൊരാഗ്രഹമൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ പോസിറ്റീവാണ്. റഷ് ചെയ്യുക എന്നത് ഇവിടെ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ധൃതി വെച്ച് നാളെ തന്നെ ഈ ഒരു പേഴ്സൺ വരണം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഈ ഒരു പേഴ്സൺ വരണം എന്ന് വിചാരിച്ചാൽ ഇവിടെ നടക്കില്ല. കുറച്ചൊരു ക്ഷമയോടുകൂടി തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം എന്നൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ജെനുവിനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പല ഇഷ്യൂസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ സ്ട്രോങ് ആണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അത് ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, എന്തെങ്കിലും കരിയർ വൈസ് ഇഷ്യൂസ് ആയിരിക്കാം, ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി ഇല്ലാത്തതായിരിക്കാം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ സ്ട്രോങ് ആണ്. എന്നാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം എന്നൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.